നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി, 1201 ആണ്ട് തുലാമാസം 7-ാം തീയതി, വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അനിഴം നക്ഷത്രം, ഇന്ന് ഉദയ നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം വെള്ളിയാഴ്ച. അപ്പോൾ നല്ല ദിവസം, നല്ല നക്ഷത്രം എല്ലാം കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് നല്ലൊരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. നമുക്ക് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് അനുകൂലപ്രദമായി മാറും. ആരുമായിട്ടെങ്കിലും മീറ്റ് ചെയ്യാനായാലും എന്തെങ്കിലും സംരംഭമൊക്കെ ഇറങ്ങാനായാലും ഇന്ന് ഈ സമയം അനുകൂലപ്രദമാണ്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ജന്മദിനം വന്നവർക്ക്, അതായത് തുലാമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോണേ. വർഷത്തെ ഫലത്തെ അനിഴ നക്ഷത്രക്കാർ, തുലാമാസത്തെ അനിഴ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. സാമ്പത്തിക പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതിയെ തരുന്ന ഒരു വർഷമാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് സാമ്പത്തിക പുരോഗതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത്. മറ്റൊന്ന്, ശുക്രൻ്റെ ദിവസം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് മംഗല്യം നടത്തുക. മംഗല്യ തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക്, ഇപ്പോൾ മക്കളുടെ കല്യാണം നടക്കുന്നില്ല, അച്ഛനും അമ്മയ്ക്കും മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാം. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ, ചെറിയ പ്രശ്നങ്ങളില്ലാതെ ആരുമില്ല, അത് കുടുംബത്തിനകത്ത് ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വർഷമാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ നമുക്കത് പരിഹരിക്കപ്പെടും. നമ്മൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ സമയവും കൂടി മോശമാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അങ്ങനെയാണ് പ്രശ്നങ്ങളിലേക്ക് പോണേ. അതേപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് ഭർത്താവ് ജോലി ചെയ്യുകയാണ്, ഭാര്യയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഭാര്യയെ കൂടെ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല. ഭാര്യയ്ക്ക് അവിടെ നല്ല ജോലി കിട്ടിയാൽ കൂടെ നിൽക്കാം, പക്ഷെ അതിന് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അതുപോലെ ഭാര്യ പുറത്താണ് ജോലി ചെയ്യുന്നത്, ഭർത്താവിന് കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഭർത്താവിനെ കൂട്ടാനായിട്ട് പറ്റുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ദാമ്പത്യ ജീവിതം ഭദ്രമാക്കാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷിക്കാനും ഇടവരുന്ന ഒരു വർഷമായതുകൊണ്ട് പൈസയേക്കാൾ ഉപരി ദാമ്പത്യ ഐക്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കൂടി ഇടവരുത്തും ഈ ശുക്രൻ്റെ ഒരു വർഷക്കാലവും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറങ്ങണം. രാവുകാല സമയം വരുന്നത് ഇന്നത്തെ ദിവസം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:41 തൊട്ട് രാവുകാലം തുടങ്ങുകയുള്ളൂ. 12:10 രാവുകാലം അവസാനിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് 18 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു കാര്യത്തിൽ രാവുകാലം നമുക്ക് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ശുഭയാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. മറ്റു കാര്യങ്ങൾക്കൊന്നും രാവുകാലം ബാധകമല്ല. പക്ഷെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അല്ലെ, ഗുളികൻ്റെ ബന്ധഭരണ സമയം 7:45 തൊട്ട് 9:13 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3:04 തൊട്ട് 4:32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും റെഡ് കളറും കൂടി അതിൽ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ മൊത്തം ചുവപ്പ് ഇട്ട് പോകണമെന്നല്ല. റെഡ് കളറും കൂടി, ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ റെഡ് തുണി കരുതുക.
കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ കളറിന് ശക്തിയുണ്ട്, പ്രത്യേകിച്ച് വസ്ത്രത്തിന്. അതുകൊണ്ട് ചുവന്ന വസ്ത്രം വസ്ത്രദാനത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുക്രഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.